Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചാലോ? നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ്. എന്താണ്? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ്. Alauddin was the son of a poor widow. They lived in Arabia. His father Mustafa was a tailor who had passed away when he was a little boy. His mother stitched people's torn clothes and took care of herself and her son. But they lived in abject poverty. Alauddin was the son of a poor widow. They lived in Arabia. His father Mustafa was a tailor who had passed away when he was a little boy. His mother stitched people's torn clothes and took care of herself and her son. But they lived in abject poverty. Alauddin was the son of a poor widow. ഒരു പാവപ്പെട്ട വിധവയുടെ മകനാണ് നമ്മുടെ അലാവുദ്ദീൻ എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട വിധവയുടെ മകനാണ് അലാവുദ്ദീൻ. They lived in Arabia. അവരെവിടാണ് താമസിച്ചത്? അവര് അറേബ്യയിലാണ് താമസിച്ചത്. ഒരു പാവപ്പെട്ട വിധവയുടെ മകനാണ് അലാവുദ്ദീൻ. അവരെവിടെ താമസിച്ചു? അറേബ്യയിലാണ് താമസിച്ചത്. His father Mustafa was a tailor who had passed away when he was a little boy. അലാവുദ്ദീൻ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അലാവുദ്ദീന്റെ അച്ഛനായിട്ടുള്ള മുസ്തഫ മരിച്ചു പോയിരുന്നു. അലാവുദ്ദീൻ ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനായ മുസ്തഫ മരിച്ചുപോയി. ഈ മുസ്തഫ എന്തായിരുന്നു ചെയ്യുന്നത്? മുസ്തഫ ഒരു ടൈലർ ആയിരുന്നു. മുസ്തഫ ഒരു തയ്യൽക്കാരനായിരുന്നു. His mother stitched people's torn clothes and took care of herself and her son, but they lived in abject poverty. ഈ അലാവുദ്ദീന്റെ ഫാദർ മരിച്ചുപോയ ശേഷം അലാവുദ്ദീന്റെ അമ്മ ഈ കീറിയ തുണികളൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന കീറിയ തുണിയൊക്കെ തച്ചു കൊടുത്തിട്ടായിരുന്നു ജീവിച്ചത്. എന്നിട്ട് തച്ചു കൊടുത്ത ഒരു കീറിയ തുണി തച്ചു കൊടുത്ത വരുമാനത്തിൽ നിന്നാണ് അലാവുദ്ദീനെ അദ്ദേഹത്തിന്റെ അമ്മ നോക്കിയത്. അവരതുകൊണ്ട് തന്നെ വളരെ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ അമ്മയും താമസിച്ചത്. ആളുകൾ കൊണ്ടുവരുന്ന കീറിയ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അലാവുദ്ദീന്റെ അമ്മ നോക്കിയത്. അതുകൂടാതെ അവര് അതുകൊണ്ട് തന്നെ ഭയങ്കര കടുത്ത പോവർട്ടിയിലായിരുന്നു. ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ അമ്മയും ജീവിച്ചത്. Alauddin was the son of a poor widow. They lived in Arabia. His father Mustafa was a tailor who had passed away when he was a little boy. His mother stitched people's torn clothes and took care of herself and her son. But they lived in abject poverty. അലാവുദ്ദീൻ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട വിധവയുടെ മകനായിരുന്നു. അവർ അറേബ്യയിലായിരുന്നു താമസിച്ചത്. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ അച്ഛനൊരു ടൈലറായിരുന്നു, തയ്യൽക്കാരനായിരുന്നു. എന്നാൽ അച്ഛനായ മുസ്തഫയുടെ മരണശേഷം എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനായിട്ടുള്ള മുസ്തഫ അലാവുദ്ദീന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അതിനുശേഷം അമ്മ എന്ത് ചെയ്ത് ജനങ്ങൾ കൊണ്ടുവരുന്ന കീറിയ തുണികളൊക്കെ തച്ചു കൊടുത്തിട്ടാണ് അലാവുദ്ദീനും അലാവുദ്ദീന്റെ അമ്മയും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവര് കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞത്. He was a very intelligent boy, but as his mother could not afford his education, he wasted his time in playing all day. He was a very intelligent boy, but as his mother could not afford his education, he wasted his time in playing all day. He was a very intelligent boy. But his mother could not afford his education. He wasted his time in playing all day. He was a very intelligent boy. അലാവുദ്ദീൻ പറയുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. But as his mother could not afford his education, he wasted his time in playing all day.
അലാവുദ്ദീൻ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ അലാവുദ്ദീന് വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവര് ഭയങ്കര ദാരിദ്ര്യത്തിലല്ലേ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അലാവുദ്ദീന്റെ അമ്മയ്ക്ക് അലാവുദ്ദീന് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞില്ല. അലാവുദ്ദീൻ എന്താണ് ചെയ്തത്? അവന്റെ സമയം മൊത്തവും പാഴാക്കി കളഞ്ഞത് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ എല്ലാ ദിവസവും പോയി കഴിക്കുമായിരുന്നു. അവന് വിദ്യാഭ്യാസം കിട്ടിയില്ല. One day, Alauddin was playing on the street as usual. Suddenly, a stranger came up to him and asked him if he was Mustafa's son. One day, Alauddin was playing on the street as usual. Suddenly, a stranger came up to him and asked him if he was Mustafa's son. One day, Alauddin was playing on the street as usual. എന്നത്തെ പോലെ പതിവ് പോലെ തന്നെ അലാവുദ്ദീൻ തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Suddenly, a stranger came up to him and asked him if he was Mustafa's son. അങ്ങനെ പെട്ടെന്ന് ഒരു അപരിചിതനായിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ, അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് അലാവുദ്ദീന്റെ അടുത്ത് ചോദിക്കുകയാണ്, അലാവുദ്ദീൻ മുസ്തഫയുടെ മകനാണോ എന്ന്. Sir, he said, who are you? I have never seen you before. I am Mustafa's son. But how do you know me? Sir, he said, who are you? I have never seen you before. I am Mustafa's son. But how do you know me? Sir, he said, who are you? I have never seen you before. അലാവുദ്ദീൻ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I am Mustafa's son. But how do you know me? ഞാൻ മുസ്തഫയുടെ മകനാണ്. എങ്ങനെ നിങ്ങൾക്ക് എന്നെ അറിയാം? അലാവുദ്ദീൻ ചോദിക്കുകയാണ് സ്ട്രേഞ്ചറോട്, ആരാണ് നിങ്ങള്? ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ മുസ്തഫയുടെ മകൻ തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? The stranger hugged him and said, I am your uncle. I recognized you because you look so much like your father. Where is your father? The stranger hugged him and said, I am your uncle. I recognize you because you look so much like your father. Where is your father? The stranger hugged him and said, I am your uncle. ആ സ്ട്രേഞ്ചർ അലാവുദ്ദീനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നിന്റെ അങ്കിളാണ്. I recognize you because you look so much like your father. Where is your father? ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത്, അലാവുദ്ദീനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് ആ സ്ട്രേഞ്ചർ പറയുന്നത്. അലാവുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ അലാവുദ്ദീന്റെ അച്ഛനെ പോലെ തന്നെയാണ് അലാവുദ്ദീൻ ഇരിക്കുന്നതെന്ന് സ്ട്രേഞ്ചർ പറഞ്ഞു. അതുകൊണ്ടാണ് അലാവുദ്ദീനെ കണ്ടപ്പോ തന്നെ മുസ്തഫയുടെ മകനാണെന്ന് ആ സ്ട്രേഞ്ചർ തിരിച്ചറിഞ്ഞത്. അപ്പൊ എന്താണ് സ്ട്രേഞ്ചർ അലാവുദ്ദീനോട് പറഞ്ഞത്? അലാവുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ അലാവുദ്ദീന്റെ അച്ഛനെ പോലെ തന്നെയാണ് അലാവുദ്ദീൻ ഇരിക്കുന്നത്, മുസ്തഫയെ പോലെയാണ് അലാവുദ്ദീൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്തഫയുടെ മകനാണെന്ന് ആ സ്ട്രേഞ്ചർ തിരിച്ചറിഞ്ഞതെന്ന് സ്ട്രേഞ്ചർ അലാവുദ്ദീനോട് പറഞ്ഞു. എന്നിട്ട് സ്ട്രേഞ്ചർ എന്ത് ചെയ്ത്? വേർ ഈസ് യുവർ ഫാദർ? എവിടാണ് നിന്റെ അച്ഛനെന്ന് അലാവുദ്ദീനോട് സ്ട്രേഞ്ചർ ചോദിച്ചു. അലാവുദ്ദീൻ replied, he died long time ago. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛൻ മരിച്ചു പോയെന്ന് അലാവുദ്ദീൻ സ്ട്രേഞ്ചറോട് പറഞ്ഞു. The stranger said, oh, that is so sad. My name is Jafar. Take me to your mother. She will be very happy to see me. The stranger said, oh, that is so sad. My name is Jafar. Take me to your mother. She will be very happy to see me. The stranger said, oh, that is so sad. My name is Jafar. ഭയങ്കര സങ്കടമായിട്ട് അച്ഛൻ മരിച്ചതാണെന്നപ്പോ ഭയങ്കര വിഷമം വരുന്നെന്ന് സ്ട്രേഞ്ചർ പറഞ്ഞു. എന്നിട്ട് സ്ട്രേഞ്ചർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്താണ് സ്ട്രേഞ്ചറിന്റെ പേര്? മൈ നെയിം ഈസ് ജാഫർ. എന്താണ് സ്ട്രേഞ്ചറിന്റെ പേര്? ജാഫർ. എന്താണ്? ജാഫർ. Take me to your mother. She will be very happy to see me. എന്നെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ സ്ട്രേഞ്ചർ അലാവുദ്ദീനോട് പറയുകയാണ്. എന്നെ കാണുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുമെന്നും സ്ട്രേഞ്ചർ പറഞ്ഞു. Alauddin was very happy to see the uncle he had never met before. He was especially enchanted by the rich robes he wore and the number of gifts he carried with him. Alauddin was very happy to see the uncle he had never met before.
He was especially enchanted by the rich robes he wore and the number of gifts he carried with him. അലാവുദ്ദീൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ അങ്കിളിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അലാവുദ്ദീൻ മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ ഒരു അങ്കിളിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് അദ്ദേഹം ധരിച്ചിരുന്ന സമ്പന്നമായിട്ടുള്ള വസ്ത്രങ്ങളും അതിനോടൊപ്പം അദ്ദേഹം കൊണ്ടുവന്ന സമ്മാനങ്ങളുമാണ് അവനെ ആകർഷിച്ചത്. ഈ സ്ട്രേഞ്ചർ, ഈ അങ്കിള് ധരിച്ച സമ്പന്നമായിട്ടുള്ള നല്ല വില കൂടിയ വസ്ത്രങ്ങളും അതുപോലെ അങ്കിള് കൊണ്ടുവന്ന സമ്മാനങ്ങളുമാണ് അലാവുദ്ദീനെ ആകർഷിച്ചത്. He ran to his house to inform his mother of his uncle's arrival. He quickly ran to his house to inform his mother of his uncle's arrival. അവന്റെ അങ്കിളിന്റെ വരവ് അറിയിക്കുന്നതിനായിട്ട് അവൻ ഓടി അമ്മയുടെ അടുത്തോട്ട് പോയി പറയാൻ ഓടി. അങ്കിളിന്റെ വരവ് പറയാനായിട്ട്, ഇൻഫോം ചെയ്യാനായിട്ട് അവൻ ഓടി എവിടേക്ക് പോയി? അവന്റെ വീട്ടിലോട്ട് പോയി. When his mother heard this, she said, "Your father had a brother, but I have never met him, nor have I ever seen him. I am glad he has come in the time of our need. I hope he helps us to tide over our miserable time." When his mother heard this, she said, "Your father had a brother, but I have never met him, nor have I ever seen him. I am glad he has come in the time of our need. I hope he helps us to tide over our miserable time." When his mother heard this, she said, "Your father had a brother." ഈ അലാവുദ്ദീൻ ഓടി ചെന്ന് വീട്ടിൽ അങ്കിള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അലാവുദ്ദീന്റെ അമ്മ എന്താണ് പറഞ്ഞത്? "Your father had a brother." നിന്റെ അച്ഛനൊരു ബ്രദർ ഉണ്ട്. "But I have never met him, nor have I ever seen him." ഞാൻ പക്ഷേ ഇങ്ങനെ അങ്കിൾ, എന്റെ അച്ഛന് ഒരു ബ്രദർ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ആ ബ്രദറിനെ കണ്ടിട്ടില്ല. "I am glad he has come in the time of our need. I hope he helps us to tide over our miserable time." എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഈ അങ്കിള് വന്നിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അങ്കിള് നമ്മുടെ ഈ ദയനീയമായിട്ടുള്ള ഈ ഒരു ദുരിതപൂർണമായിട്ടുള്ള ഈ ഒരു സമയത്ത് അങ്കിള് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അലാവുദ്ദീനോട് അമ്മ പറഞ്ഞു. വളരെ അത്യാവശ്യമുള്ള ഒരു സമയത്താണ് അങ്കിള് വന്നിരിക്കുന്നത്. അങ്കിള് നമ്മുടെ ഈ ഒരു മിസറബിൾ ടൈമില്, വളരെ ദുരിതപൂർണമായിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മളെ സഹായിക്കുമെന്ന് അലാവുദ്ദീന്റെ അമ്മ പ്രതീക്ഷിച്ചു. Saying so, she started preparing a meal for their guest. അലാവുദ്ദീന്റെ അമ്മ എന്ത് ചെയ്ത്? വന്നിരിക്കുന്ന അതിഥിക്ക് വേണ്ടി ആഹാരങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. Jafar had come with a lot of fruits and goodies for Alauddin and his mother. They were indeed very happy to see all these goods for the first time in their house. After dinner was over, the three of them sat down to talk. Jafar had come with a lot of fruits and goodies for Alauddin and his mother. They were indeed very happy to see all these goods for the first time in their house. After dinner was over, the three of them sat down to talk. Jafar had come with a lot of fruits and goodies for Alauddin and his mother. അലാവുദ്ദീനും അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് ജാഫർ വന്നത്. They were indeed very happy to see all these goods for the first time in their house. അവര് അലാവുദ്ദീനും അതേപോലെ അദ്ദേഹത്തിന്റെ അമ്മയും വളരെയധികം സന്തോഷപ്പെട്ട്. കാരണം എന്താണ്? ഇതിനു മുമ്പ് അവരുടെ വീട്ടിൽ ഇത് കണക്കത്തുള്ള ഫ്രൂട്ട്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. They were indeed very happy to see all these goods for the first time in their house. ഈ ഫ്രൂട്ട്സ് ഒക്കെ ആദ്യമായിട്ടാണ് അവരുടെ വീട്ടില് അവര് കാണുന്നത്. അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ അമ്മയും ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിയല്ലേ. After dinner was over, the three of them sat down to talk.
ആ ഡിന്നറിന് ശേഷം ഇവര് 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അലാവുദ്ദീനും അലാവുദ്ദീന്റെ അമ്മയും അതുപോലെ അങ്കിളും കൂടി ഇരുന്ന് ഡിന്നറിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. Jafar informed them that he had been out of the country for 40 years and had earned a lot of money in his trade. He asked Alauddin what he did for a living. Alauddin had no answer to his uncle's question, so he felt ashamed of himself. His mother started weeping. Seeing this, his uncle offered to take Alauddin with him to engage him in his work. The mother was very relieved to hear this and almost immediately gave him permission to take Alauddin with him. Jafar informed them that he had been out of the country for 40 years and had earned a lot of money in his trade. He asked Alauddin what did he for a living. Alauddin had no answer to his uncle's question, so he felt ashamed of himself. His mother started weeping. Seeing this, his uncle offered to take Alauddin with him to engage him in his work. The mother was very relieved to hear this and almost immediately gave him permission to take Alauddin with him. Jafar informed them that he had been out of the country for 40 years and had earned a lot of money in his trade. ജാഫർ ഈ അലാവുദ്ദീനോടും അലാവുദ്ദീന്റെ അമ്മയോടും പറഞ്ഞ് ഞാൻ 40 വർഷമായിട്ട് ഈ രാജ്യത്തിന് പുറത്താണ് താമസിക്കുന്നത്. എന്റെ കച്ചവടത്തിലൂടെ ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്. 40 വർഷമായിട്ട് ജാഫർ രാജ്യത്തിന് പുറത്താണ് താമസിക്കുന്നത്. ഞാൻ ചെയ്ത കച്ചവടത്തിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ടെന്നും ജാഫർ അലാവുദ്ദീനോടും അലാവുദ്ദീന്റെ അമ്മയോടും പറഞ്ഞു. He asked Alauddin what he did for a living. Alauddin had no answer to his uncle's question, so he felt ashamed of himself. His mother started weeping. ഈ ജാഫർ അലാവുദ്ദീനോട് ചോദിച്ചു, നിങ്ങൾ അലാവുദ്ദീൻ എന്താണ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി, ഉപജീവന മാർഗമായിട്ട് അലാവുദ്ദീൻ എന്താണ് ചെയ്യുന്നതെന്ന് ജാഫർ അലാവുദ്ദീനോട് ചോദിച്ചു. എന്നാൽ അലാവുദ്ദീന് പറയാൻ അങ്കിളിന് ചോദിച്ച ഉത്തരം പറയാൻ, അങ്കിൾ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ അലാവുദ്ദീന്റെ കയ്യിൽ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലാവുദ്ദീന് നാണക്കേട് തോന്നി. നമ്മുടെ അങ്കിള് ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ അലാവുദ്ദീന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അലാവുദ്ദീൻ എന്ത് തോന്നി, ഒരു നാണക്കേട് തോന്നി. അലാവുദ്ദീന്റെ അമ്മ എന്ത് ചെയ്യാൻ തുടങ്ങി, മദർ സ്റ്റാർട്ട് വീപ്പിംഗ്. അലാവുദ്ദീന്റെ അമ്മ കരയാൻ തുടങ്ങി. So he felt ashamed of himself. His mother started weeping. Seeing this, his uncle offered to take Alauddin with him to engage him in his work. The mother was very relieved to hear this and almost immediately gave him permission to take Alauddin with him. ഇത് കണ്ടപ്പോ അലാവുദ്ദീന്റെ അങ്കിൾ എന്ത് ചെയ്ത്, അലാവുദ്ദീനെ തന്റെ സ്വന്തം ജോലിയില് എൻഗേജ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. തന്റെ ജോലിയില് അലാവുദ്ദീനെയും കൂടി ചെയ്യിപ്പിക്കാമെന്ന്, ട്രേഡിൽ വ്യാപാരത്തില് അലാവുദ്ദീനെയും കൂടി കൊണ്ടുപോയിട്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് അലാവുദ്ദീന്റെ അങ്കിള് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അലാവുദ്ദീന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും അലാവുദ്ദീനെ ജാഫറിനൊപ്പം അയക്കാൻ പെർമിഷൻ നൽകുകയും ചെയ്തു. So the next morning, Alauddin and his uncle set out on a journey. His uncle had bought him some fine clothes in which he looked very smart. So the next morning, Alauddin and his uncle set out on a journey. His uncle had bought him some fine clothes in which he looked very smart. അടുത്ത ദിവസം രാവിലെ തന്നെ അലാവുദ്ദീനും അലാവുദ്ദീന്റെ അങ്കിളും കൂടി ഒരു യാത്ര പോയി. എന്നിട്ട് എന്ത് ചെയ്ത്, യാത്രയിൽ പോയിട്ട് അലാവുദ്ദീന് നല്ല വസ്ത്രങ്ങളൊക്കെ ഈ ജാഫർ വാങ്ങിക്കൊടുത്തു. ഈ വസ്ത്രങ്ങളൊക്കെ എന്താണ് കിട്ടപ്പം അലാവുദ്ദീന് നല്ലൊരു സ്മാർട്ട് ലുക്ക് തന്നെ തോന്നി. Now what Alauddin did not know was that his uncle in reality was a magician who had come to take Alauddin with him for a selfish reason. He wanted to acquire a magic lamp which was the house of a powerful jinn. The jinn fulfilled all the wishes of the owner of the lamp.
Jafar had seen in his crystal ball that only Alauddin could enter the cave, which was full of obstacles and evil spirits. Only the one who deserved could enter without any difficulty. So he had come all the way to Arabia to look for Alauddin, and on the finding him, had made up the story of being his deceased father's brother. Now, what Alauddin did not know was that his uncle in reality was a magician who had come to take Alauddin with him for a selfish reason. He wanted to acquire a magic lamp, which was the house of a powerful jinn. The jinn fulfilled all the wishes of the owner of the lamp. Jafar had seen in his crystal ball that only Alauddin could enter the cave, which was full of obstacles and evil spirits. Only the one who deserved could enter without any difficulty. So he had come all the way to Arabia to look for Alauddin, and on finding him, had made up the story of being deceased father's brother. Then now what Alauddin did not know was that his uncle in reality was a magician who had come to take Alauddin with him for a selfish reason. യഥാർത്ഥത്തിൽ അലാവുദ്ദീൻ അറിഞ്ഞിരുന്നില്ല എന്താണ് അലാവുദ്ദീന്റെ ഈ അങ്കിൾ എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ആയിരുന്നു. അലാവുദ്ദീനെ തന്നോടൊപ്പം കൊണ്ടുപോയി ജാഫറിനോടൊപ്പം കൊണ്ടുപോകുന്നതിന് ഒരു സെൽഫിഷ് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ജാഫർ അലാവുദ്ദീനെ ഒപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. He wanted to acquire a magic lamp, which was the house of a powerful jinn. The jinn fulfilled all the wishes of the owner of the lamp. ഈ ജാഫറിന് ഒരു മാജിക് ലാമ്പ് നേടിയെടുക്കണമായിരുന്നു. ആ മാജിക് ലാമ്പിൽ എന്തുണ്ട്? ഒരു പവർഫുൾ ആയിട്ടുള്ള ജിന്നുണ്ട്. ഈ ജിന്ന് ആ ലാമ്പിന്റെ ഓണറെ, ലാമ്പിന്റെ എന്ന് വെച്ചാൽ വിളക്കില്ലേ, വിളക്കിന്റെ ഉടമസ്ഥൻ പറയുന്ന എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിച്ചു കൊടുക്കും. ആഗ്രഹങ്ങളൊക്കെ തന്നെ നിറവേറ്റി കൊടുക്കും. He wanted to acquire a magic lamp, which was the house of a powerful jinn. The jinn fulfilled all the wishes of the owner of the lamp. ഈ ജാഫറിന് എന്താണ് ഒരു മാജിക് ലാമ്പ് നേടിയെടുക്കണമായിരുന്നു. ഈ മാജിക് ലാമ്പിൽ എന്തുണ്ട്? ഒരു പവർഫുൾ ആയിട്ടുള്ള ജിന്നുണ്ട്. ഈ ജിന്ന് ലാമ്പിന്റെ മാജിക് ലാമ്പിന്റെ ഓണർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി കൊടുക്കുമായിരുന്നു. Jafar had seen in his crystal ball that only Alauddin could enter the cave, which was full of obstacles and evil spirits. തടസ്സങ്ങളും അതുപോലെ ദുരാത്മാക്കളും ഒക്കെ നിറഞ്ഞ ഈ ഗുഹയില് അലാവുദ്ദീന് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ എന്ന് ജാഫർ അദ്ദേഹത്തിന്റെ ക്രിസ്റ്റൽ ബോളില് കണ്ടിരുന്നു. അപ്പൊ എന്താണ്? Jafar had seen in his crystal ball that only Alauddin could enter the cave, which was full of obstacles and evil spirits. തടസ്സങ്ങളും ദുരാത്മാക്കളും നിറഞ്ഞ ഗുഹയില് അലാവുദ്ദീന് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ എന്ന് ജാഫർ തന്റെ ക്രിസ്റ്റൽ ബോളില് കണ്ടിരുന്നു. Only the one who deserved could enter without any difficulty. അർഹതയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഗുഹയിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. So he had come all the way to Arabia to look for Alauddin, and on finding him, had made up the story being his deceased father's brother. അങ്ങനെ അലാവുദ്ദീനെ തേടി ജാഫർ എവിടെ എത്തി? അറേബ്യയില് എത്തി. അവനെ കണ്ടെത്തിയപ്പോ മരിച്ചുപോയ തന്റെ പിതാവിന്റെ സഹോദരനാണെന്നുള്ളൊരു കഥയും ഉണ്ടാക്കിയെടുത്തു ജാഫർ. So he had come all the way to Arabia to look for Alauddin, and on finding him, he made up the story of being his deceased father's brother.
അങ്ങനെ അലാവുദ്ദീനെ തേടി ജാഫർ എന്തെത്തി? അറേബ്യയിലെത്തി. അലാവുദ്ദീനെ തേടി ജാഫർ അറേബ്യയിലെത്തി. അവനെ കണ്ടെത്തിയപ്പം മരിച്ചുപോയ അവന്റെ പിതാവിന്റെ സഹോദരനാണെന്ന ഒരു കള്ളക്കഥയും കൂടി അലാവുദ്ദീനെ പറഞ്ഞ് ജാഫർ വിശ്വസിപ്പിച്ചു. നമുക്ക് ഇപ്പം ഈ സ്റ്റോറി ഇവിടെ വെച്ച് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ടീച്ചർ ഇതുവരെയുള്ള ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. Okay, page number 64 എടുത്തേ. Answer the following questions in brief. First question നോക്കിക്കേ. What kind of a boy was Alauddin? Why could he continue school? What kind of a boy Alauddin? Why couldn't he continue school? എങ്ങനെയുള്ള ഒരു ബോയ് ആയിരുന്നു അലാവുദ്ദീൻ? എന്തുകൊണ്ടാണ് അലാവുദ്ദീൻ സ്കൂളിൽ പോകാഞ്ഞത്? എന്താണ്? Alauddin was an intelligent boy. He couldn't continue his school because his father was dead and his mother stitched people's clothes to earn money. But he earned so little that Alauddin couldn't attend the school. അലാവുദ്ദീൻ എന്ന് പറയുന്നത് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ബോയ് ആണ്, നല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയാണ് അലാവുദ്ദീൻ. He couldn't continue his school because his father was dead. അവന് എന്താ സ്കൂളിൽ പോകാൻ കഴിയാത്തതിന് കാരണം എന്താണ്? അവന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നില്ലേ? And his mother stitched people's clothes to earn money. പണം ഉണ്ടാക്കാനായിട്ട് ആൾക്കാരുടെ കീഴിയ തുണിയൊക്കെ തുന്നിക്കൊടുക്കുന്ന ജോലിയായിരുന്നു അവന്റെ അമ്മ ചെയ്തത്. But she earned so little that Alauddin couldn't attend the school. എന്നാ അവന്റെ അമ്മ ഈ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോ വളരെ കുറച്ച് പൈസ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. ഒരു ഭയങ്കര ദാരിദ്ര്യത്തിലുമായിരുന്നു. അതുകൊണ്ടാണ് അലാവുദ്ദീൻ സ്കൂളിൽ പോകാൻ കഴിയാഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. What particularly attracted Alauddin towards his uncle? അങ്കിളിനെ ആകർഷിക്കാനുള്ള അലാവുദ്ദീൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അങ്കിളിനെ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ വേണ്ടി അലാവുദ്ദീന് എന്താണ് അങ്കിളിനെ ആകർഷിക്കാനുള്ള കാരണം എന്താണ്? Alauddin was attracted towards his uncle because he wore a rich robe and had got many presents. അലാവുദ്ദീന് അങ്കിളിനോട് ഒരു അട്രാക്ഷൻ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഒരു നല്ല സമ്പന്നമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് അലാവുദ്ദീന്റെ അങ്കിള് ധരിച്ചത്. ഇത് കൂടാതെ അലാവുദ്ദീന്റെ അങ്കിളായിട്ടുള്ള ജാഫർ കുറെ പ്രസന്റും സമ്മാനങ്ങളും കൊണ്ടുവന്നിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What offer did Jafar make to Alauddin's mother? What were his real intention? എന്താണ് അലാവുദ്ദീന്റെ അമ്മയ്ക്ക് ജാഫർ നൽകിയ ഓഫർ? What were his real intention? എന്തായിരുന്നു ജാഫറിന്റെ റിയൽ ആയിട്ടുള്ള ഇന്റൻഷൻ? എന്തായിരുന്നു? Jafar offered to take Alauddin with him and engage him in his business. ജാഫർ എന്താണ് പറഞ്ഞത്? അലാവുദ്ദീനെ തന്റെ ഒപ്പം കൊണ്ടുപോകാമെന്നും അതുപോലെ തന്റെ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നാണ് ജാഫർ അലാവുദ്ദീന്റെ അമ്മയോട് പറഞ്ഞത്. His real intention were to send Alauddin into the magic cave and get him to fetch the magic lamp. എന്നാൽ ജാഫറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? His real intention were to send Alauddin into the magic cave and get him to fetch the magic lamp. ഒരു ഗുഹയിൽ മാജിക് ലാമ്പ് എടുക്കാൻ വേണ്ടി ഗുഹയിൽ അലാവുദ്ദീനെ കൊണ്ടുപോവുകയായിരുന്നു ജാഫറിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. എന്നിട്ട് ഈ മാജിക് ലാമ്പ് നേടിയെടുക്കുകയായിരുന്നു ജാഫറിന്റെ ലക്ഷ്യം. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്ക് എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഇത് കൂടാതെ എല്ലാവരും പഠിച്ച് കേൾപ്പിക്കുകയും ആണ്. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കാം. നമ്മൾ മാത്സ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചത് അല്ലേ? നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസ് എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു? ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്ന് പഠിച്ചില്ലേ? പിന്നെ ഇത് പഠിച്ച് അൺലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചായിരുന്നില്ലേ? പിന്നെ എന്താ പഠിച്ചത്? പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചത്. പിന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്നും പഠിച്ചു. പിന്നെ മിക്സഡ് ന്യൂമറൽസും പഠിച്ചില്ലേ? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ന്യൂമറൽസ് ആക്കാമെന്ന് പഠിച്ചു. അതുപോലെ ഒരു മിക്സഡ് ന്യൂമറൽസിനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാമെന്ന് പഠിച്ചു.
എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഈക്വലന്റ് ഫ്രാക്ഷൻ. Fractions such as 1/2, 2/4, 3/6, 4/8 that denote the same fractional number are called equivalent fractions. Fractions such as 1/2, 2/4, 3/6, 4/8 that denote the same fractional number are called equivalent fractions. എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്? സെയിം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉള്ള ഫ്രാക്ഷനാണ് എന്ന് പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സെയിം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉള്ള ഫ്രാക്ഷനാണ് എന്ന് പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 2/4 is got by multiplying the numerator and the denominator of 1/2/2. 3/6 is got by multiplying the numerator and the denominator of 1/2/3 and so on. 2/4 is got by multiplying the numerator and the denominator of 1/2/2. 3/6 is got by multiplying the numerator and denominator of 1/2/3 and so on. അപ്പം എന്താണ് 2/4 2/4 കിട്ടാൻ എന്ത് വേണം? 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ് എന്ത് കിട്ടുന്നത്? 2/4 കിട്ടുന്നത്. 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 2/4 കിട്ടുന്നത്. 1/2നെ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/4 കിട്ടും അല്ലേ? 1/2 ഇതെന്താണ്? 1/2 എന്താണ്? 1 ആണ് എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ 2 എന്ന് പറയുന്നതാണ് ഡിനോമിനേറ്റർ ആണ് അല്ലേ? ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ മൾട്ടിപ്പിൾ ചെയ്യണം. എത്ര വെച്ചാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ഇവിടെ 2 വെച്ച് 2 വെച്ചാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഈ 1/2നെ 2 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എത്ര കിട്ടും? 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 2s are എത്രയാണ്? 1 2s are 2. 1 2s are എത്രയാണ്? 2. 1 2s are 2. 2 2s are എത്രയാണ്? 2 2s are 4. അപ്പൊ 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/4 കിട്ടും. എത്ര കിട്ടും? 2/4. ഒന്നുകൂടി പറയാം. 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 1 2s are 2. 1 2s are എത്രയാണ്? നമ്മളിവിടെ 2 ന്യൂമറേറ്റർ എത്ര കിട്ടി? 2 കിട്ടി. 2 2s are എത്രയാണ്? 4. ഡിനോമിനേറ്റർ എത്ര കിട്ടി? 4. 2 2s are എത്രയാണ്? 4. 2/4 is got by multiplying the numerator and the denominator of 1/2/2. അതായത് 1/2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 2/4. 3/6 is got by multiplying the numerator and the denominator of 1/2/3 and so on. 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 3/6 കിട്ടുന്നത്. 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/6. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കേ, 1 3s are എത്രയാണ്? എല്ലാവരും പറഞ്ഞേ 1 3s are എത്രയാണ്? 1 3s are 3. കിട്ടും 3. അടുത്ത 2 3s are എത്രയാണ്? 2 3s are എല്ലാവരും പറഞ്ഞേ 6. 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 3/6. നോക്കിക്കേ, 1/2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/6. 1 3s are 3. 2 3s are എത്രയാണ്? 6. Thus, if the numerator and the denominator of a fraction are multiplied or divided by the same whole number, we get a fraction which is equivalent to the given fraction. Thus, if the numerator and the denominator of a fraction are multiplied or divided by the same whole number, we get a fraction which is equivalent to the given fraction.
ന്യൂമറേറ്ററിനെ അതുപോലെ ഡിനോമിനേറ്റർ, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആണ് എന്ന് പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Among 1/2, 2/4, 3/6, 4/8, the fraction 1/2 is said to be in the simplest form because there is no common factor of 1 and 2, except 1 itself. Among 1/2, 2/4, 3/6, 4/8, the fraction 1/2 is said to be in the simplest form because there is no common factor of 1 and 2 except 1 self. 1/2-നും 2/4-നും 3/6-നും 4/8-നും ഇതിനെന്താണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം എന്താണ് കോമൺ ഫാക്ടേഴ്സ് ഒന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലല്ലേ. Consider 8/18. This is not in the simplest form because 2 is a common factor of both 8 and 18. ഇവിടെ 8/18 എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ഫോം അല്ല. കാരണം എന്താണ് അതിനൊരു കോമൺ ഫാക്ടർ ആയിട്ടുള്ള 2 ഉണ്ട് അല്ലേ. നോക്കിക്കേ 8/18 എങ്ങനെ ചെയ്യാം നമുക്ക്. 8/18 ഓക്കെ 2 ആണ്. 8ന്റെ കോമൺ ഫാക്ടർ എത്രയാണ് 2. അപ്പൊ നമുക്ക് 2 വെച്ച് ചെയ്യാം. 2ന്റെ ടേബിളിൽ 8 എത്ര ടൈംസ് വരുന്നുണ്ട്? 2ന്റെ ടേബിളിൽ 8 എത്ര ടൈംസ് വരുന്നുണ്ട്? 4 2s are എത്രയാണ് 8. 4 2s are എത്രയാണ് 8. 4 into 2 എത്രയാണ് 4 into 2 എത്രയാണ് 8. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതും 4 എഴുതും. 4 into 2 എത്രയാണ് 8. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി 4 എഴുതി. അപ്പൊ 2ന്റെ ടേബിളിൽ 8 എത്ര പ്രാവശ്യം വരുന്ന 4 ടൈംസ് വരുന്നുണ്ട്. 2ന്റെ ടേബിളിൽ 8 എത്ര ടൈംസ് വരുന്ന 4 ടൈംസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 4 എഴുതിയത്. അടുത്ത് നോക്കിക്കേ 18. 2ന്റെ ടേബിളിൽ 18 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? എല്ലാരും ടേബിൾ എന്ന് പറഞ്ഞേ. 9 2s are എത്രയാണ് 9 2s are 18. 9 2s are 18. 9 2s are വരും 18 വരും അല്ലേ. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതും 9 എഴുതും. 2ന്റെ ടേബിളില് 18 എത്ര ടൈംസ് വരുന്ന 9 പ്രാവശ്യം 18 വരുന്നില്ലേ. അതുകൊണ്ടാണ് ഇവിടെ എത്ര കിട്ടിയ ആൻസർ നമുക്ക് 4/9. 4/9 ആണ് എന്ന് പറയുന്നത്. 8/18ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് 4/9. 8/18ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് എന്ന് പറയുന്നത് 4/9. ഒന്നുകൂടി പറയാം. 2ന്റെ ടേബിളില് 8 എത്ര ടൈംസ് വരുന്നത് 4 into 2 8. 4 into 2 എത്രയാണ് 8. അപ്പൊ നമ്മൾ എത്ര എഴുതും 4 എഴുതും. ഇനി 18 നോക്കാം. 18 നോക്കിക്കേ 2ന്റെ ടേബിളില് എത്ര ടൈംസ് വരുന്നുണ്ട്? 2ന്റെ ടേബിളില് 9 ടൈംസ് വരുന്നില്ലേ. 9 into 2 എത്രയാണ് 9 2s are 18. നമ്മളിവിടെ എത്ര എഴുതി 9 എഴുതി. നോക്കിക്കേ 8 നോക്കിക്കേ 2ന്റെ ടേബിളില് 8 എത്ര ടൈംസ് വരുന്ന 4 ടൈംസ് വരുന്നില്ലേ. 4 into 2 എത്ര 4 into 2 8. നമ്മൾ എത്ര എഴുതി 4 എഴുതി. 2ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് വരുന്നുണ്ട് 9 ടൈംസ് വരുന്നില്ലേ. 9 into 2 എത്ര 9 2s are 18. നമ്മളിവിടെ എത്ര എഴുതി 9 എഴുതി. അപ്പം ഇവിടെ 8/18ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് എന്ന് പറയുന്നത് 4/9. 8/18ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് എന്ന് പറയുന്നത് 4/9. Express 18/72 in its simplest form. We see that the HCF of 18 and 72 is 18. Divide both the numerator and the denominator by 18. Okay, നമുക്കിനി 18/72ന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാം. നോക്കിയേ 18/72ന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാം. 18/72. ഇവിടെ 18/72ന്റെ HCF എത്രയായിരുന്നു 18 തന്നെ അല്ലേ. എത്രയാണ് HCF 18.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 18. അതുകൊണ്ട് ന്യൂമറേറ്റർ അംശത്തെയും അതുപോലെ ഛേദത്തെയും എന്ത് ചുറ്റി ചെയ്യാം? 18 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കേ, 18 ഡിവൈഡഡ് ബൈ 18. 72 divided by 18. നോക്കിക്കേ, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 18 by 18 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 ഒന്നല്ലേ? നമ്മളിവിടെ എത്ര എഴുതി? 1 എഴുതി അല്ലേ? ഇനി 72 divided by 18 ചെയ്ത് നോക്കിക്കേ. 72 നെ നോക്കിക്കേ, 72 by 18 നോക്കിക്കേ. 2 ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് വരുന്നുണ്ട്? 9. 2 ന്റെ ടേബിളിൽ 7 എത്ര ടൈംസ് വരുന്നുണ്ട്? 6. 3 2s are 6. 3 എഴുതിയില്ലേ? ഇവിടെ ഇങ്ങോട്ട് ഒന്ന് റിമൈൻഡർ കൊടുക്കുമ്പോ എത്ര? 12 ആവും അല്ലേ? 12 എത്ര ടൈംസ് വരുന്നുണ്ട് 2 ന്റെ ടേബിളിൽ? 6 2s are 12. ഇനി നോക്കിക്കേ, 9 ന്റെ ടേബിൾ വെച്ച് എടുക്കാമല്ലോ. 1 9s are 9. നോക്കിക്കേ, 9 ന്റെ ടേബിളിൽ 36 എത്ര ടൈംസ് വരുന്നുണ്ട്? 4 ടൈംസ്. 9 4s are എത്രയാണ്? 9 4s are 36. അപ്പൊ എത്ര കിട്ടി നമുക്ക് ഇവിടെ? 4 കിട്ടിയില്ലേ? ബാക്കിയെല്ലാം നമ്മൾ വെട്ടിപ്പോയില്ലേ? ഇത് മറ്റൊരു മെത്തേഡിലും ചെയ്യാൻ പറ്റും. നോക്കിക്കേ, 18 by 72. 18 by 72 എങ്ങനെ ചെയ്യാം നമുക്ക്? 2 ന്റെ ടേബിൾ 18 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 9 2s are 18. 9 2s are എത്രയാണ്? 18. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതി? 9 എഴുതി. 9 2s are എത്രയാണ്? 18. അപ്പൊ 9 2s are 18. അപ്പൊ എത്ര എഴുതി? 9 എഴുതി. അടുത്ത് നോക്കിക്കേ, 72. ഇവിടെ 7 എത്ര വരുന്നത് 2 ന്റെ ടേബിളിൽ? 3 2s are 6. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതി? 3 എഴുതി. 3 2s are എത്രയാണ്? 3 2s are 6. ഇവിടെ റിമൈൻഡർ 1 കൂടി ചേർക്കുമ്പോൾ എത്ര വരും? 12. ഇവിടെ റിമൈൻഡർ 1 കൂടി ചേർക്കുമ്പോൾ എത്ര വരും? 12. അപ്പം 2 ന്റെ ടേബിളിൽ 12 എത്ര ടൈംസ് വരുന്നുണ്ട്? 6 2s are 12. 6 2s are എത്രയാണ്? 12. നോക്കിക്കേ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 9 36. 9 by 36 കിട്ടിയില്ലേ? ഇവിടെ എത്ര കിട്ടി? 9 by 36. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ഈ 9 അതേപോലെ എഴുതുന്നു, ഈ 36 അതേപോലെ എടുത്ത് എഴുതുന്നു. നോക്കിക്കേ, ഇനി നമുക്ക് ഈ 9 36 ചെയ്യണ്ടേ? 3 യുടെ ടേബിൾ വെച്ച് ചെയ്യാലോ. 3 3s are എത്രയാണ്? 3 3s are 9. 3 3s are എത്രയാണ്? 9. നോക്കിക്കേ, ഇവിടെ 3 യുടെ ടേബിളിൽ എത്ര ടൈംസ് വരുന്നുണ്ട്? 3 1 ഇല്ലേ? 1 3s are എത്രയാണ്? 3. 1 3s are 3. 1 3s are എത്രയാണ്? 3. അടുത്ത 6 എത്ര ടൈംസ് വരുന്നുണ്ട് 3 യുടെ ടേബിളിൽ? 2 3s are എത്ര? 2 3s are 6. ഇവിടെ അപ്പൊ നമുക്ക് എത്രയൊക്കെ കിട്ടി? 3 കിട്ടി, 12 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി, 12 കിട്ടി അല്ലേ? ഇനി നമുക്ക് 3 കിട്ടി, 12 കിട്ടി. അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. ഈ 3 അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി, 12 അതേപോലെ എടുത്തെഴുതി. നോക്കിക്കേ, ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാലോ. 3 യുടെ ടേബിളിൽ 3 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 3s are 3. 1 3s are എത്രയാണ്? 1 3s are 3. 1 എഴുതിയില്ലേ? 3 യുടെ ടേബിളിൽ 12 എത്ര ടൈംസ് വരുന്നുണ്ട്? 4 ടൈംസ് വരുന്നില്ലേ? 4 3s are എത്രയാണ്? എല്ലാരും പറഞ്ഞേ, 4 3s are എത്രയാണ്? 12. ആൻസർ എത്രയാണ്? 1 by 4. 1 by 4 ആണ് 18 by 72 ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാലോ. രണ്ടാമതൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നോക്കിക്കേ, 18 by 30. 18 by 30 ചെയ്ത് നോക്കാം. 18 by 30 ചെയ്യാം. നോക്കിക്കേ, 2 ന്റെ ടേബിൾ വെച്ച് ചെയ്യാലോ. 2 ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് വരുന്നുണ്ട്? 9 2s are എത്രയാണ്? 9 2s are 18. 9 2s are എത്രയാണ്?
80. 9 നമ്മളിവിടെ എഴുതി. ഇനി 2 ന്റെ ടേബിൾ 30 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 2s are 2. 1 എഴുതി. റിമൈൻഡർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര ആവും? 10 ആവില്ലേ? 2 ന്റെ ടേബിൾ 10 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 5 2s are 10. 5 2s are എത്രയാണ്? 10. ഇവിടെ എത്രയൊക്കെ വന്ന്? 9 വന്ന് 15 വന്നില്ലേ? എത്രയൊക്കെ വന്ന്? 9 വന്ന് ഈ 9 അതേപോലെ എഴുതുന്നു, 15 അതേപോലെ എടുത്ത് എഴുതുന്നു. ഈ 3 യുടെ ടേബിൾ നോക്കിക്കേ. 9 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 3 3s are 9. 3 3s are എത്രയാണ്? 9. നോക്കിക്കേ 15. 15 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 3 യുടെ ടേബിളില് 5 ടൈംസ് വരുന്നില്ലേ? 5 3s are എത്രയാണ്? 15. 5 3s are എത്രയാണ്? 15. ഓക്കെ. 3 യുടെ ടേബിളില് 3 ടൈംസ് വരുന്നില്ലേ? 3 3s are 9. 5 3s are എത്രയാണ്? 15. ഇത് നമ്മള് ഈ 3യും 5ഉം അതേപോലെ എടുത്ത് എഴുതുന്നു. എത്രയാണ് ആൻസർ? 18/30 സിംപ്ലിഫൈ ചെയ്യുമ്പോ എത്ര കിട്ടും? 3/5 കിട്ടും. എത്ര കിട്ടും? 3/5 കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 48/64. ഓക്കെ. 2 ന്റെ ടേബിൾ വെച്ച് നമുക്ക് ചെയ്യാലോ. 2 ന്റെ ടേബിൾ വെച്ച് ചെയ്യാം അല്ലേ? നോക്കി 2 ന്റെ ടേബിളില് 6 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 3 ടൈംസ് വരുന്നില്ലേ? 3 2s are എത്രയാണ്? 3 2s are 6. 2 ന്റെ ടേബിൾ 4 എത്ര ടൈംസ് വരുന്നു? 2 2s are 4. ഇവിടെ നോക്കിക്കേ 2 ന്റെ ടേബിളില് 4 എത്ര പ്രാവശ്യം വരുന്നു? 2 2s are 4. 2 ന്റെ ടേബിളില് 8 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 4 2s are 8. ഇനി നമുക്ക് ഈ 24 32 കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2 ന്റെ ടേബിളില് 3 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 2s are 2. 1 2s are എത്രയാണ്? 2. 12. ഇങ്ങോട്ട് ഈ റിമൈൻഡർ ഒന്നും കൂടി കൊടുക്കുമ്പോ 12 ആവില്ലേ? 6 2s are എത്രയാണ്? 6 2s are 12. ഇവിടെ നോക്കിയേ 2 ന്റെ ടേബിളിൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2s are 2. 2 ന്റെ ടേബിളിൽ 4 എത്ര ടൈംസ് ഉണ്ട്? 2 2s are 4. നമ്മളിവിടെ എത്ര എഴുതി? 2 എഴുതി അല്ലേ? ഇനി നമുക്ക് ഈ 12 16 കൂടി അതേപോലെ എടുത്ത് എഴുതാം. നോക്കിയേ 2 ന്റെ ടേബിളിൽ 12 എത്ര ടൈംസ് വരുന്നുണ്ട്? 6 2s are എത്രയാണ്? 6 2s are 12. 2 ന്റെ ടേബിൾ 16 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 ന്റെ ടേബിൾ 16 എത്ര ടൈംസ് വരുന്നുണ്ട്? 8 2s are 16. ഇനി നമുക്ക് ഈ 6ഉം 8ഉം അതേപോലെ എടുത്ത് എഴുതാം. 2 ന്റെ ടേബിളിൽ 6 എത്ര ടൈംസ് വരുന്നുണ്ട്? 3 2s are 6. 3 2s are എത്രയാണ്? 6. 2 ന്റെ ടേബിൾ 8 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 4 2s are 8. ആൻസർ എത്രയാണ്? 48/64 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? 3/4. എത്രയാണ് കിട്ടുന്നത്? 3/4. എത്ര കിട്ടും? 3/4. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ. express the following as improper fraction. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചായിരുന്നില്ലേ? പേജ് നമ്പർ എത്രയായിരുന്നു? 156. 156 ടെസ്റ്റിലെ പേജ് നമ്പർ 156 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെത് നമ്മൾ പഠിച്ചായിരുന്നില്ലേ? ഇനി express the following as improper fraction. നമ്മള് പേജ് നമ്പർ 156 മിക്സഡ് ന്യൂമറൽസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാമെന്ന് പഠിച്ചായിരുന്നല്ലേ? പേജ് നമ്പർ 156 എടുത്തോ എല്ലാവരും. നോക്കിക്കേ, അതിൽ നമ്മള് രണ്ട് എക്സാമ്പിൾസ് പഠിച്ചായിരുന്നില്ലേ? ആ 2 എക്സാമ്പിൾസിന്റെ രീതിയിൽ തന്നെ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഈ മിക്സഡ് ന്യൂമറൽസിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ചെയ്യാം. ഇവിടെ തന്നെ മിക്സഡ് ന്യൂമറൽസ് എത്രയാണ്? 48/54. എത്രയാണ്? 48/54.
നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു മിക്സഡ് ന്യൂമറിൽസ് ഇംപ്രോപ്പർ ഫാഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവര് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു തരാം. 448/64 ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ഹോൾ നമ്പർ എടുക്കണം അല്ലേ. ഹോൾ നമ്പർ എത്രയാണ് ഇവിടെ? ഹോൾ നമ്പർ തന്നിരിക്കുന്നത് 4 ഇൻറ്റു എത്രയാണ്? ഈ ഡിനോമിനേറ്റർ 4 ഇൻറ്റു ഡിനോമിനേറ്റർ എന്താ താഴെ കൊടുത്തിരിക്കുന്നത് ഛേദം അല്ലേ. 4 ഇൻറ്റു 64 പ്ലസ് 48 എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ന്യൂമറേറ്റർ ആയിട്ടുള്ള 48 കൂട്ടണം. ഡിനോമിനേറ്റർ 64 തന്നെ എഴുതുകയും വേണം. നോക്കിക്കേ, നമ്മള് എന്ത് ചെയ്തു? ഈ ഹോൾ നമ്പർ ആദ്യമേ ഇവിടെ എടുത്ത് എഴുതണം അല്ലേ. എന്നിട്ട് ആ ഹോൾ നമ്പറിന്റെ കൂടെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എന്നിട്ട് ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതുകയും വേണം അല്ലേ. നമുക്ക് ചെയ്യാം. 64 4 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. 64 into 4. 4 4s are എത്രയാണ്? 4 4s are 16. 1 remainder. 6 4s are എത്രയാണ്? 24. 24 plus 1 എത്രയാണ്? 25. എത്ര കിട്ടി നമുക്ക്? 256 plus 48 divided by 64. ഈ 256ന്റെ കൂടെ എത്ര കൂട്ടണം? 48 കൂട്ടണം. നോക്കിക്കേ, കൂട്ടി നോക്കിക്കേ. 6ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? എല്ലാരും പറഞ്ഞേ. എത്ര കിട്ടും? 14 കിട്ടും അല്ലേ. എത്ര കിട്ടും? 14 കിട്ടും അല്ലേ. നമ്മള് 4 ഇവിടെ എഴുതി, റിമൈൻഡർ 1 ഇവിടെ എഴുതണം അല്ലേ. 5ഉം 4ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 9 കിട്ടും. 9ന്റെ കൂടി 1ഉം കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. പിന്നെ എന്താ ഇവിടെ റിമൈൻഡർ വന്ന്, ഈ റിമൈൻഡറിന്റെ കൂടെ 2ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 3. എത്ര കിട്ടിയത് ഇവിടെ നമുക്ക്? 304 divided by 64. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 304നെ 64 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. ന്റെ ടേബിൾ 6 എത്ര ടൈംസ് വരുന്നുണ്ട്? 3 2s are 6. 2ന്റെ ടേബിളില് 4 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 2s are 4. 2ന്റെ ടേബിളില് 3 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 2s are 2. ഇവിടെ റിമൈൻഡർ 1 കൊണ്ട് ചേർക്കുമ്പോൾ എത്ര വരും? 10 വരും ഇല്ലേ. 5 2s are എത്രയാണ്? 10. നമ്മൾ ഇവിടെ എത്ര എഴുതും? 5 എഴുതും ഇല്ലേ. 4ന്റെ ടേബിളിൽ 2 എത്ര ടൈംസ് വരുന്ന? 2 2s are 4. നോക്കിക്കേ, 2ന്റെ ടേബിളില് 3 എത്ര ടൈംസ് വരുന്ന? 1 2s are 2. ഇവിടെ 1 റിമൈൻഡർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര വരും? 12 വരും അല്ലേ. അപ്പൊ എത്ര വരും? 6 2s are എത്രയാണ്? 12. എത്ര എഴുതും നമ്മളിവിടെ? 6 എഴുതും അല്ലേ. നോക്കിക്കേ, 2ന്റെ ടേബിളില് 15 എത്ര ടൈംസ് വരുന്നുണ്ട്? 7 2s are 14. 1 ഇവിടെ കൊടുക്കുമ്പോൾ എത്ര വരും? 12 വരും അല്ലേ. 6 2s are എത്രയാണ്? 6 2s are 12. 8 2s are എത്രയാണ്? 8 2s are 16. നമ്മളിവിടെ എത്ര എഴുതി? 8 എഴുതി. ഇനി നോക്കിക്കേ, 2ന്റെ ടേബിൾ 6 എത്ര ടൈംസ് വരുന്നുണ്ട്? 3 2s are 6. 3 എഴുതി. ഇവിടെ 1 കൂടി ചേർക്കുമ്പോൾ എത്രയാണ്? 16 ആവും അല്ലേ. 8 2s are എത്രയാണ്? 8 2s are 16. അടുത്തത് 80 വെച്ച് നമുക്ക് എത്ര വെച്ച് ചെയ്യാം? 4 2s are എത്രയാണ്? 4 2s are 8. 1 2s are 2. 1 എഴുതി. ഇവിടെ 18 അല്ലേ. 18ന്റെ കൂടെ 18 എത്ര വരും? 9 2s are 18. നമുക്കപ്പൊ എത്ര കിട്ടി? ഇനി 4നെ 19 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ലാസ്റ്റ് എത്ര കിട്ടി? 19 കിട്ടി, 4 കിട്ടിയില്ലേ.
ആൻസർ എത്രയാണ്? 19/4. ആൻസർ എത്രയാണ്? 19/4. നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് 2 പ്രോബ്ലം തരാം, അത് രണ്ടും ചെയ്യണം. പേജ് നമ്പർ 158 നമ്പർ 1 express the following as improper fraction. അതില് എ ടീച്ചർ ചെയ്തു തന്നു. ഇനി ബിയും സിയും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ടീച്ചർ നമ്പർ ഒന്ന് പറയാം. 3 1/7. ബിയുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3 1/7 ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. സിയുടെ ക്വസ്റ്റ്യൻ 7 1/8 ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ express the following as mixed numerals. അടുത്ത എന്താണ്? മിക്സഡ് ന്യൂമറൽസ് ചെയ്താലോ ചോദിച്ചില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5/4 ഇങ്ങനെ എഴുതാം. 5 ഇവിടെ എഴുതി, 4 എഴുതി. 4ന്റെ ടേബിൾ ചൊല്ലിക്കേ. 5 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 4s are 4. 1 എഴുതി, 4 എഴുതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സബ്ട്രാക്ട് ചെയ്യുമ്പോ 1 കിട്ടില്ലേ? 5 ന്ന് 4 പോകുമ്പോ എത്ര? 1. ആൻസർ എത്രയാണ്? ഈ 1 പോർഷനിലെ 1 എടുത്തെഴുതുക. റിമൈൻഡറിലെ 1 ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിവൈസർ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ആൻസർ എത്രയാണ്? 5/4നെ മിക്സഡ് ന്യൂമറൽസ് ആകുമ്പോൾ എത്ര കിട്ടും? 1 1/4 കിട്ടും. എത്ര കിട്ടും? 1 1/4 ആണ് ആൻസർ. എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2 express the following as mixed numerals എന്ന ക്വസ്റ്റ്യനിൽ എ പ്രോബ്ലം ടീച്ചർ ചെയ്തിട്ട് ഇതേ മെത്തേഡിൽ തന്നെ എല്ലാവരും ബിയും സിയും ചെയ്യണം. ബിയുടെ ക്വസ്റ്റ്യൻ 8/3 സിയുടെ ക്വസ്റ്റ്യൻ 17/7 Write therefore equal fraction of the following. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3/8. 3/8ന്റെ 4 ഈക്വൽ ഫ്രാക്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാം? 3/8. 3/8നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 3 2s are എത്രയാണ്? 3 2s are 6. 8 2s are എത്രയാണ്? 8 2s are 16. അതുപോലെ 3/8നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. നോക്കിക്കേ. 3 3s are എത്രയാണ്? 9. 8 3s are എത്രയാണ്? എല്ലാവരും പറഞ്ഞ 8 3s are എത്രയാണെന്ന്? 24. 3/8നെ ഇനി 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 3 4s are എത്രയാണ്? എല്ലാവരും പറഞ്ഞേ. 12. 8 4s are എത്രയാണ്? 8 4s are എത്രയാണ്? എല്ലാവരും പറഞ്ഞേ. 32. ഇനി 3/8നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 5 3s are എത്രയാണ്? 5 3s are 50. 5 3s are എത്രയാണ്? 50. 8 4 5s are എത്രയാണ്? 8 5s are 40. 8 5s are എത്രയാണ്? 40. 8 5s are എത്രയാണ്? 40. ആൻസർ എത്രയാണ്? 6/16, 9/24, 12/32, 15/40. ഇത്രയൊക്കെയാണ് ആൻസർ. എത്രയാണ്? 6/16 ഉണ്ട്, ഈക്വൽ ഫ്രാക്ഷൻ ആണ്. 9/24 ഈക്വൽ ഫ്രാക്ഷൻ ആണ്. 12/32 ഈക്വൽ ഫ്രാക്ഷൻ ആണ്. 15/40 ഈക്വൽ ഫ്രാക്ഷൻ ആണ് അല്ലേ? എല്ലാവരും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ഫോർ ഈക്വൽ ഫ്രാക്ഷൻ ഓഫ് ദി ഫോളോയിങ്ങിൽ 5/11 ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ബി 5/11 ചെയ്യണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 13/91 എത്രയാണ്? 13/91. എങ്ങനെ 13/91 സിംപ്ലസ്റ്റ് ഫോമിലാക്കാം? 13 ടേബിൾ എടുക്കാം അല്ലേ? 1 13s are 13. ഇനി 13 ടേബിൾ 91 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഓക്കേ. 13 into 7. 13 into 7 എത്ര? 3 7s are എത്രയാണ്? 3 7s are 21. 1 എഴുതി, 2 റിമൈൻഡർ. 7 1s are എത്രയാണ്? 7 1s are 7. 7 1s are എത്രയാണ്? 7. ഈ 7ന്റെ കൂടി 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. 3 7s are എത്രയാണ്? 3 7s are 21. 1 എഴുതി, 2 റിമൈൻഡർ. 7 into 1 എത്രയാണ്? 1 7s are 7. 7ന്റെ കൂടി 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 91.
അപ്പൊ ആൻസർ എത്ര കിട്ടി? 1/7 ആണ്. 1/7 ആണ് 13/91ന്റെ സിംപ്ലസ്റ്റ് ഫോം. 13/91ന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് 1/7. ഈ മെത്തേഡിൽ തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 4 ബി ചെയ്യണം. 25/75. 25/75 ഈ സെയിം മെത്തേഡിൽ തന്നെ എല്ലാവരും ചെയ്യണം. 25/75. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.